بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1787 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള 3-ാം ദിവസ പഠനമാണ് ഇന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു ലകൽ മുഖല്ലഫൂന മിനൽ അഅറാബ് ശഗലത്നാ അംവാലുനാ വഅഹ്ലൂനാ ഫസ്തഗ്ഫിർ ലനാ يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبهم وظننتم ظن السوء وكنتم قوما بورا ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا. صدق الله العلي العظيم. സൂറത്തുൽ ഫാത്തിഹിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹിന്റെ പഠനം നമ്മൾ 2 ദിവസമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ സൂറത്തിന്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള 2 സെഷനുകളാണ് ഇതിനകം പിന്നിട്ടിട്ടുള്ളത്. ഹുദൈബിയ സന്ധിയിലേക്ക് നയിച്ച കാര്യങ്ങളെ സാധിക്കുന്നിടത്തോളം വിശദാംശങ്ങളോടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പല സംഘങ്ങളുടെയും വരവും പോക്കിന്റെയൊക്കെ തുടർച്ചയായി അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് പ്രതിനിധിയായിട്ട് നിയോഗിച്ചയക്കുകയാണ്. അദ്ദേഹം മക്കയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിച്ചത് മുസ്ലിം പക്ഷത്ത് വലിയ പ്രക്ഷുബ്ധത സൃഷ്ടിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എന്ത് പ്രാതികൂല്യത്തെയും നേരിടാൻ തങ്ങൾ സന്നദ്ധരാണ്, ഒരു കാരണവശാലും രംഗം വിട്ടോടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന് ബൈഅത്ത് ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അതാണ് ചരിത്രത്തിൽ ബൈഅത്ത് ദിൽവാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേണ്ടി വരികയാണെങ്കിൽ മക്കയിലെ ആളുകളെ സൈനികമായി തന്നെ
നേരിടുന്ന വിധത്തിൽ, അവരോട് പ്രതികാരം ചോദിക്കുന്ന വിധത്തിൽ ഏറ്റുമുട്ടേണ്ടി വരും എന്നൊരവസ്ഥ വരെ കാര്യങ്ങൾ എത്തുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം മക്കയില് അവരുമായി സംസാരിച്ചുകൊണ്ട്, ഖുറൈശി നേതാക്കളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ആ പ്രക്രിയക്കിടയിൽ കൊല്ലപ്പെട്ടു എന്നതാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പ്രചാരത്തിൽ വന്ന പ്രചരിച്ച വാർത്ത. അതിനെ തുടർന്നാണ് ഈ ബൈഅത്ത് റിദ്വാനൊക്കെ നടക്കുന്നത്. ആ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിനെ തുടർന്ന് പിന്നീട് ഒട്ടും വൈകാതെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുരക്ഷിതനാണ്. അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നത് അവർക്കറിയാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലേക്ക് തിരികെ എത്തുകയും ചെയ്തു. അപ്പോ പക്ഷേ അദ്ദേഹം മക്കയിൽ പോയി ഖുറൈശി നേതാക്കളുമായി സംസാരിച്ച കാര്യങ്ങളൊന്നും ഫലപ്രദമായിട്ട് നടക്കുകയുണ്ടായില്ല. അവരെ മക്കയിലേക്ക് പ്രവേശിപ്പിക്കാൻ മക്കക്കാര് കൂട്ടാക്കുകയില്ല എന്ന ഒരവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനെ തുടർന്നാണ് മക്കയിൽ നിന്ന് ഖുറൈശികളുടെ ഒരു സംഘം, ഒരു പ്രതിനിധി സംഘം ഹുദൈബിയയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചർച്ചക്കായിട്ട് വന്നു ചേരുന്നത്. സുഹൈൽ ബിൻ അംർ എന്നു പേരുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ സംഘം വന്നു ചേരുകയുണ്ടായത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ഒത്തുതീർപ്പ് കരാറിലെത്താൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോ സുഹൈൽ വരുന്നതോടുകൂടി തന്നെ കാര്യങ്ങളുടെ സ്വഭാവം നിർണിതമാവുകയാണ്. ചില വിട്ടുവീഴ്ചകൾക്ക് മക്കയിലെ ആളുകൾ സന്നദ്ധരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്തും ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും എന്നതൊക്കെയാണ് ഈ സന്ധി സംഭാഷണത്തിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴുള്ള ചിത്രം. അപ്പോ മക്കയിലെ സത്യവിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഘത്തെ പ്രവേശിപ്പിക്കുകയില്ല എന്ന കടുത്ത ശാഠ്യത്തിൽ നിന്ന് മക്കക്കാര് പിൻവാങ്ങുകയാണ്. ഒരു സന്ധി സംഭാഷണം ഉണ്ടായി, അത് ഒരു കരാറിൽ എത്തണമെങ്കിൽ അങ്ങനെയുള്ള ഒരു വിട്ടുവീഴ്ചയെങ്കിലും ചെയ്യാൻ അവർ സന്നദ്ധമായിട്ടില്ലെങ്കിൽ ഒരിക്കലും അതുണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് മക്കയില് ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘത്തെയും ഒരു കാരണവശാലും പ്രവേശിപ്പിക്കുകയില്ല എന്ന അവരുടെ ആ നിലപാടിൽ അയവ് വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിങ്ങൾക്ക് വലിയൊരു വിജയമായി എന്ന വിധത്തിൽ ആകാതെ അത് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മാനം കാത്തുകൊണ്ട് വേണം ഒരു ഇടപാട്, ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ എന്നതാണ് വിഷയം. അപ്പോ അവര് നിർദ്ദേശിച്ചത് ആ വർഷം ഉംറ നിർവഹിക്കാതെ ഹുദൈബിയയിൽ നിന്ന് തന്നെ അവര് തിരിച്ചു പോകണം. എന്നിട്ട് ഒരു വർഷം പിന്നിട്ടതിന് ശേഷം അടുത്ത വർഷം അവർക്ക് ഏകദേശം അതേ കാലത്ത് തന്നെ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വരാവുന്നതാണ് എന്ന നിലക്കുള്ള ഒരു പ്രപ്പോസലാണ് വരുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തില് ദീർഘനേരം രണ്ട് വിഭാഗങ്ങളും തമ്മിൽ കൂടിയാലോചന നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവസാനം ചില സന്ധി വ്യവസ്ഥകളിൽ അവര് രണ്ടു കൂട്ടരും യോജിപ്പോടുകൂടി എത്തിച്ചേരുകയാണ്. ഈ സന്ധി വ്യവസ്ഥകള് പ്രത്യക്ഷത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനും വലിയ പരാജയം ആണ് എന്ന് തോന്നുന്നതാണ്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ വിജയവുമായി എന്ന് അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിക്കപ്പെട്ട വിധത്തിലായി എന്ന് തോന്നുന്ന സ്വഭാവത്തിലുള്ളതാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ. അപ്പൊ അത് നമുക്ക് ആദ്യം ഈ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കാം. തുടർന്ന് അതിനോടുണ്ടായ പ്രതികരണങ്ങളും വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം. അപ്പൊ അതിൽ ഒന്നാമത്തേത്, ഈ വർഷം മുതൽ ഒരു 10 വർഷക്കാലത്തേക്ക് ഇരു കൂട്ടരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള യുദ്ധവും ഉണ്ടാകുന്നതല്ല
എല്ലാവിധ സംഘട്ടനങ്ങളും ഏറ്റുമുട്ടലും നിർത്തിവെച്ചിരിക്കുന്നു. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒന്നും അവരെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികമായി കീഴ്പ്പെടുത്തുന്ന പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. മുഖ്യമായി 4 വ്യവസ്ഥകളാണ് ഈ കരാറിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തേത് ഇതാണ്: 10 വർഷത്തേക്ക് യുദ്ധത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു സീസ് ഫയറിലേക്ക് വരികയാണ്. പരസ്പരമുള്ള ഏറ്റുമുട്ടല് 10 വർഷത്തേക്ക് പാടില്ല. ഇതാണ് കരാറിലെ ഒന്നാമത്തെ ഇനം. രണ്ടാമത്തേത്, ഈ കാലയളവില് ഖുറൈശികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവരുടെ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്തേക്ക് വന്നു ചേരുകയാണ്, അവർ ഇസ്ലാം സ്വീകരിച്ചു ഇതിന്റെ പേരിൽ അവർ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നു ചേരുകയാണ് എങ്കിൽ അത് മക്കയിലെ അവരുടെ ഉടയവരുടെയും ഉറ്റവരുടെയും കൂട്ടുകുടുംബാദികളുടെയും നേതാക്കന്മാരുടെയും ഒന്നും അനുമതി ഇല്ലാതെയാണ് ആരെങ്കിലും അങ്ങനെ മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വരുന്നതെങ്കിൽ ഈ കരാറ് നിലനിൽക്കുന്ന കാലത്തിനിടക്ക് അങ്ങനെ ഉണ്ടായാൽ അവരെ മക്കയിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയക്കണം. ഇതാണ് ഒരു വ്യവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും എത്തുകയാണെങ്കിൽ മക്കക്കാരുടെ അനുമതിയോ സമ്മതമോ ഇല്ലാതെയാണ് അങ്ങനെ വന്നിട്ടുള്ളതെങ്കിൽ അവരെ മദീനയിൽ നിർത്താൻ പാടില്ല, മദീനയിൽ സംരക്ഷണം നൽകാൻ പാടില്ല, അവരെ തിരിച്ച് മക്കയിലേക്ക് തന്നെ അയക്കണം. ഇതാണ് ഒരു വ്യവസ്ഥ. ഇത് തീർച്ചയായിട്ടും അതിന്റെ ഞാനിപ്പോ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും അനുഭവപ്പെടുന്ന വിധത്തിലുള്ള ഒരു വളരെ കടുത്ത ഒരു നിബന്ധന തന്നെയായിട്ടാണ് മുസ്ലിം പക്ഷത്തുള്ള എല്ലാവർക്കും അനുഭവപ്പെടുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരാം. അതേപോലെ ഇതിന്റെ ഒരു മറുവശമായിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞുകൊണ്ട് മദീനയിൽ നിന്ന് നാടുവിട്ട് പോവുകയാണ്, മക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് മക്കക്കാർ അഭയം കൊടുക്കുന്ന നടപടി ഒക്കെ ഉണ്ടാകും. പക്ഷെ അവരൊരിക്കലും മദീനയിലേക്ക് തിരിച്ചയക്കുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തിരിച്ചയക്കുകയില്ല. എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ആരെങ്കിലും സത്യവിശ്വാസി ആയിക്കൊണ്ട് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വരുന്നുവെങ്കിൽ അവരവിടെ സംരക്ഷിച്ചു നിർത്താൻ പാടില്ല, തിരിച്ചയക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ഇസ്ലാമൊക്കെ വേണ്ടെന്ന് വെച്ച് മക്കയിലേക്ക് പോവുകയാണ് എങ്കിൽ അവരെ മക്കക്കാര് തിരിച്ചയക്കുകയില്ല. ഇതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. മൂന്നാമത്തെ വ്യവസ്ഥ, അറേബ്യയിലെ ഏത് ഗോത്രത്തിനും ഈ സന്ധി ആര് തമ്മിലാണോ ഉള്ളത്, ഈ 2 കക്ഷികളുണ്ടല്ലോ, ഖുറൈശികളും പിന്നെ മദീനയിലെ മുസ്ലിങ്ങളും, ഈ 2 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിനോടൊപ്പം വേണമെങ്കിലും നിലക്കൊണ്ടുകൊണ്ട് ഈ സന്ധിയില് കക്ഷികളാവാം. ഇതാണ് മൂന്നാമത്തെ വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ മക്കക്കും പരിസരത്തും ഒക്കെയുള്ള ഏതെങ്കിലും ഗോത്രത്തിലെ, അതുപോലെ മദീനയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ഏതെങ്കിലും ഗോത്രങ്ങൾക്ക് ഈ കരാറില് ഈ സന്ധിയില് പങ്കാളികളാവണമെന്നുണ്ടെങ്കിൽ, കക്ഷി ചേരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിന്റെ ഒരു സഖ്യകക്ഷിയായിട്ട് ചേരാം, അതല്ലെങ്കിൽ ഖുറൈശികളുടെ സംഘത്തിലെ ആ സംഘത്തോട് ചേർന്നുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരു കക്ഷിയായിട്ട് ഈ സന്ധിയിൽ ചേരാവുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ വ്യവസ്ഥ. ഇനി നാലാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉംറ നിർവഹിക്കാൻ വേണ്ടി
പുറപ്പെട്ടു വന്ന ഈ 1400 ആളുകൾ അവര് ഇത്തവണ ഉംറ നിർവഹിക്കാതെ തിരിച്ചു പോകണം. എന്നിട്ട് അടുത്ത വർഷം അവർക്ക് വരാവുന്നതാണ്, ഉംറക്കായിട്ട് വരാവുന്നതാണ്. അങ്ങനെ അവർ ഉംറക്ക് വേണ്ടി വരുമ്പോൾ അവരുടെ സാധന സാമഗ്രികളുടെ കൂട്ടത്തില് യുദ്ധോപകരണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു വാള് നേരത്തെ തന്നെ ഈ ഉംറ നിർവഹിക്കാൻ വരുന്നവർക്ക് അനുവദിക്കപ്പെട്ടതായതുകൊണ്ട് അത് അവർക്ക് കരുതാം. അതല്ലാത്ത വേറെ ആയുധങ്ങളോ യുദ്ധോപകരണങ്ങളോ ഒന്നും തന്നെ അവര് കയ്യിലെടുക്കാൻ പാടില്ല. അവർക്ക് 3 ദിവസം മക്കയിൽ തങ്ങാം. ആ 3 ദിവസം മക്കക്കാര് പട്ടണത്തിൽ നിന്നും മാറി നിൽക്കും. അവരുമായി കൂടിക്കാഴ്ച ഉണ്ടാവാനോ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം ഉണ്ടാവാനോ ഒരു ഏറ്റുമുട്ടലിന് അവസരം ഉണ്ടാവാനോ സാധിക്കാത്ത വിധത്തിൽ മക്കയിലെ ആളുകൾ പൊതു ഇടങ്ങളിൽ നിന്ന് ആ 3 ദിവസങ്ങളും മാറി നിൽക്കും. ആ 3 ദിവസം പട്ടണം പൂർണ്ണമായിട്ട് മദീനയിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനും ആയിട്ട് അവർ വിട്ടുകൊടുക്കും. ഇതാണ് 4ാമത്തെ ഒരു നിബന്ധന. അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു നിർദ്ദേശം, ഉംറ നിർവഹിച്ച് 3 ദിവസത്തിനകം അവർ മക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മക്കയിൽ നിന്ന് ആരെയും തങ്ങളോടൊപ്പം കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ഇതാണ് 4 വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കരാറ് നിലവിൽ വരുന്നത്. അപ്പോ സന്ധി വ്യവസ്ഥകൾ ഇങ്ങനെ തീരുമാനിക്കപ്പെട്ടു. പക്ഷേ ഈ വ്യവസ്ഥകളിൽ 2 വ്യവസ്ഥകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കുന്ന, അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ സംഗതികളാണ്. ഇതിൽ 2ാമത്തെ വ്യവസ്ഥ, ഈ ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നാൽ അവരവിടെ സംരക്ഷണം കൊടുത്ത് നിർത്തരുത്, ഉടനെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം എന്ന കാര്യവും. അതുപോലെ 4ാമത്തെ വ്യവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തവണ ഉംറ നിർവഹിക്കാതെ തന്നെ മക്കയിലേക്ക് തിരിച്ചു പോകണം, അടുത്ത വർഷം വരാവുന്നതാണ് എന്ന ഈ വ്യവസ്ഥ. ഈ 2 വ്യവസ്ഥകളും, 2ാമത്തെയും 4ാമത്തെയും ഈ വ്യവസ്ഥകൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയ സംഗതിയാണ്. അത് മുസ്ലിം ക്യാമ്പിൽ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. ആർക്കും അതിന്റെ സ്വീകാര്യതയോ യുക്തിപരതയോ ഒന്നും മനസ്സിലാവണേ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈ വ്യവസ്ഥകൾ സ്വീകരിക്കുകയുണ്ടായത്, എന്ത് പറ്റി, അത് അത്തരം മുസ്ലിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പരാജയമായിട്ട് അനുഭവപ്പെടുന്ന വ്യവസ്ഥകൾ സന്ധിയുടെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായത് എന്ന വിധത്തിലാണ് അവരൊക്കെയും വല്ലാത്ത മനപ്രയാസത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായത്. ഖുറൈശികൾക്ക് ഈ കരാർ വ്യവസ്ഥകള് പ്രത്യക്ഷത്തിൽ തന്നെ വളരെ ആഹ്ലാദകരമായിട്ട് അനുഭവപ്പെട്ടു. അവരതൊരു വമ്പൻ വിജയമാണ് എന്നാണ് കരുതിയത്. ഈ 4 വ്യവസ്ഥകളോടുകൂടി ഈ മുസ്ലിങ്ങളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അത് ഒരു ഗംഭീരം വിജയം തന്നെയാണ് എന്ന നിലക്കാണ് ഖുറൈശികൾക്ക് അത് അനുഭവപ്പെട്ടത്. മുസ്ലിം പക്ഷത്ത് പ്രമുഖരായ ആളുകൾക്ക് പോലും വല്ലാത്ത ചാഞ്ചല്യം ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്നെ അദ്ദേഹം ഇസ്ലാമിന്റെ ഒരു നെടുന്തൂണായി നിലകൊണ്ടിരുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന് വിശ്വാസപരമായിട്ട് പോലും ഒരു ചാഞ്ചല്യം അനുഭവപ്പെട്ടു. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നത്, മുസ്ലിം ആയതിനു ശേഷം മനസ്സിൽ യാതൊരുവിധ സംശയത്തിനും എനിക്ക് പഴുതുണ്ടായിരുന്നില്ല, എനിക്ക് ദൃഢബോധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തില് ഹുദൈബിയ സന്ധി അംഗീകരിക്കപ്പെട്ടതോടുകൂടി എനിക്ക് പോലും അതിൽ ആ ചാഞ്ചല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായില്ല എന്നാണ് ഇത് സംബന്ധമായിട്ട് ഒരിക്കല് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായത്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇദ്ദേഹം ദൈവദൂതൻ തന്നെയാണോ? നമ്മള് മുസ്ലിങ്ങൾ തന്നെയല്ലേ? ഇവർ ഈ മക്കക്കാര് വിഗ്രഹാരാധകരും തന്നെയല്ലേ? എന്നിട്ടും ഈ നിന്ദ്യത സ്വീകരിക്കുന്നത് എന്തിനാണ് എന്നാണ്
ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടായിട്ട് ചോദിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ പോലും ഒരു നിമിഷത്തേക്ക് സംശയിച്ചു പോകാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ സന്ധി വ്യവസ്ഥകൾ കാരണമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഉമർ, ഇദ്ദേഹം അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൈവിടുകയില്ല. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി. ഇതൊന്നും ഉമർ റളിയല്ലാഹു അൻഹുവിന് ആശ്വാസം പകരുകയുണ്ടായില്ല. ക്ഷമിച്ചിരിക്കാനോ സഹനം അവലംബിക്കാനോ ഒന്നും അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം നേരെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ചെന്നിട്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ അല്ലേ? നമ്മളൊന്നും മുസ്ലിങ്ങളല്ലേ? ഈ വന്നിരിക്കുന്ന മക്കയിലെ ആളുകള് വിഗ്രഹാരാധകര് തന്നെയല്ലേ? എന്നിട്ടും എന്തിനാണ് ഈ നിന്ദ്യത വരുത്തുന്ന വിധത്തിലുള്ള ഒത്തുതീർപ്പിന് സന്നദ്ധരാകുന്നത് എന്നതാണ് അദ്ദേഹം ചോദിക്കുകയുണ്ടായത്. ആവർത്തിച്ച് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ അതേ മറുപടിയാണ്. താൻ അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തെ ഒരു കാരണവശാലും കൈവെടിയുകയില്ല എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. അപ്പൊ ഈ സംഭവം പിൽക്കാലത്ത് കുറഞ്ഞൊരു കാലത്തേക്കുള്ള ഒരു വിഷയമാണല്ലോ. കാര്യങ്ങളൊക്കെ അതിന്റെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയി അതിന്റെയൊക്കെ അസ്റാറുകൾ, രഹസ്യങ്ങളൊക്കെ പിന്നീട് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായ അതിനെ തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തോന്നിപ്പോയതിൽ, ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയതിൽ വല്ലാത്ത മനസ്താപമായിരുന്നു. അത് കാരണത്താൽ അതില് ഒരു കഫാറത്ത് എന്നുള്ള നിലക്ക്, ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുകയും അതുപോലെ സദഖ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി എന്നാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത് പിൽക്കാലത്ത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾ രണ്ട് വിഷയത്തിലാണ്, സന്ധിയുടെ രണ്ട് കാര്യങ്ങളിലാണ് ജനങ്ങൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടിരുന്നത്. അത് സംബന്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് നൽകിയ വിശദീകരണം ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് ഓടിപ്പോകുന്നുവെങ്കിൽ അവരെ തിരികെ കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? അവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുകയും നമ്മളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയും തന്നെയാണ് നല്ലത്. കാരണം അവര് വിശ്വാസമില്ലാത്തവരായി മാറിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് ഓടിപ്പോയി എന്ന് കരുതി അവരെ തിരിച്ചു കിട്ടാത്തതിൽ നമുക്ക് യാതൊരു വിഷമവും ആവശ്യമില്ല. കാരണം അവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു വിശദീകരണം. മറ്റൊന്ന്, ഇങ്ങോട്ട് വരുന്ന, മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തെത്തുന്ന ആളുകളെ തിരിച്ചയക്കുന്ന കാര്യത്തിലുള്ള പ്രയാസത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ തിരിച്ചു പോകേണ്ടി വരുന്ന ആളുകൾ, നമ്മളൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവര് തിരിച്ചു പോകേണ്ടി വരുന്നത്. അങ്ങനെ അവര് തിരിച്ചു പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മോചനത്തിന് അള്ളാഹു തീർച്ചയായിട്ടും വഴി കാണിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി അള്ളാഹു തുറന്നു കൊടുക്കും. അതുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യത്തിൽ വറീഡാകേണ്ടതില്ല. അവരുടെ സംരക്ഷകനായിട്ട് അള്ളാഹു ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിശദീകരിക്കുകയുണ്ടായത്. പിന്നെ ഇതിലെ 4ാമത്തെ ഉപാധി അനുസരിച്ച് തവാഫ് ചെയ്യാതെ, ഉംറ നിർവഹിക്കാതെ അവര് മടങ്ങുകയാണല്ലോ. അപ്പൊ അത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു വിശദീകരണം, ഇവരുടെ ആശങ്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിച്ച് മടങ്ങുന്നതായിട്ടാണല്ലോ സ്വപ്നം കണ്ടിരുന്നത്. അപ്പോ അത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ആ സ്വപ്നം
ഈ വർഷം തന്നെ തവാഫ് നിർവഹിക്കും എന്ന സൂചനയൊന്നും സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. ഉംറ നിർവഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങുന്നു എന്നതാണ് സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത്. അത് ഈ വർഷം തന്നെ നിർവഹിക്കും എന്ന നിലക്ക് സ്വപ്നത്തിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ വിശദീകരണം. അപ്പോ ഈ ഇപ്പൊ മക്കക്കാരുമായിട്ട് എത്തിച്ചേരുന്ന ഈ സന്ധി പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനും അടുത്ത വർഷം വന്ന് ഉംറ നിർവഹിക്കാം, തവാഫും സഅയും ഒക്കെ ചെയ്തിട്ട് മടങ്ങാം. അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്കാണല്ലോ ഇവർ കരാറിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കാനും കാര്യങ്ങളെ കൂടുതൽ തെളിമയോടുകൂടി മനസ്സിലാക്കാനും പറ്റുന്ന വിധത്തിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവരുടെ മനസ്സത്ര പാകപ്പെടുന്ന അവസ്ഥയിലായിരുന്നില്ല. ഇങ്ങനെ ഈ കരാർ എഴുതിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു സംഭവം വേറെ ഉണ്ടാവുന്നത്. സുഹൈൽ ഇബ്നു അംറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണല്ലോ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ അബൂ ജന്ദൽ യഥാർത്ഥത്തിൽ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹിജ്റ ചെയ്യാൻ അനുവദിക്കാതെ മക്കയില് അദ്ദേഹത്തെ അവർ തടവിലിട്ടതായിരുന്നു. അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. ഈ അബൂ ജന്ദൽ ഈ ഘട്ടത്തിൽ എങ്ങനെയോ തടവിൽ നിന്ന് പുറത്തു ചാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഇവിടെ ഹുദൈബിയയില് വന്നു ചേരുകയാണ്. അപ്പോ കരാർ വ്യവസ്ഥകള് തീരുമാനമായിട്ടേ ഉള്ളൂ. അത് എഴുതി തയ്യാറാക്കി ഇരു കൂട്ടരും ഒപ്പുവെച്ചിട്ടില്ല. അതിന്റെ തൊട്ട് മുമ്പാണ്. അപ്പൊ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാമ്പില് അദ്ദേഹം എത്തിയപ്പോ അദ്ദേഹത്തിന് കാൽച്ചങ്ങലകള് അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടായി, കാലുകളിൽ ഉണ്ടായിരുന്നു, ഫെറ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ തടവ് ചാടി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് എത്തിയതാണ്. ചങ്ങലകളൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കാലുകളിൽ ഉണ്ടായിരുന്നു. പിന്നെ മർദ്ദനത്തിന്റെ പാടുകളും ദേഹത്ത്, ശരീരത്തില് പല ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. തന്നെ മോചിപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് എത്തിയത്. ആ ഘട്ടത്തില് ഈ അബൂ ജന്ദലിന്റെ വാപ്പയാണല്ലോ ഈ കരാറ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന സംഘത്തിന്റെ തലവൻ. അദ്ദേഹം പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: കരാർ എഴുതി മുഴുവനായിട്ടില്ലെങ്കിലും വ്യവസ്ഥകൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അബൂ ജന്ദലിനെ എനിക്ക് തന്നെ വിട്ടുതരണം. അവനെ നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്താൻ പാടില്ല. കരാറ് പ്രകാരം മക്കയിൽ നിന്ന് സത്യവിശ്വാസികളായിക്കൊണ്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പലായനം ചെയ്തെത്തുന്ന ആളുകളെ തിരിച്ചയക്കണം എന്നാണല്ലോ. അതുകൊണ്ട് അവനെ എനിക്ക് തന്നെ വിട്ടുതരണം എന്നാണ് സുഹൈൽ പറയുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാർ വ്യവസ്ഥ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അബൂ ജന്ദലിനെ അയാളുടെ പിതാവിന് തിരികെ ഏൽപ്പിക്കുകയാണ്, വിട്ടുകൊടുക്കുക. അപ്പോ ഇത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു. അബൂ ജന്ദലിന്റെ പ്രത്യക്ഷത്തിലുള്ള കാഴ്ച തന്നെ വളരെ ദയനീയമായതാണ്. ഒരു വലിയ കാലയളവ് മക്കയിലെ ആളുകളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ തടവിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അവിടുന്ന് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തിയിട്ടും ഈ കരാറിലെ വ്യവസ്ഥകൾ കാരണമായി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാതിരുന്ന ഒരു കാര്യം വിശ്വാസികളെ വളരെയേറെ വേദനിപ്പിച്ച ഒരു വിഷയമാണ്. എന്തായാലും അതിന് വേണ്ട പരിഗണന കൊടുക്കാൻ കരാറ് കാരണമായി സാധിക്കുകയില്ല എന്നതിനാൽ തന്നെ അബൂ ജന്ദലിനെ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിൽ ഒപ്പുവെക്കുന്നു. രണ്ടു കൂട്ടരും അതിൽ ഒപ്പുവെക്കുകയാണ്. ഇനി അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറ് നിലവിൽ വന്നല്ലോ, രണ്ടു കൂട്ടരും ഒപ്പുവെച്ചതോടുകൂടി. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് ഒരു നിർദ്ദേശം നടത്തുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോവേണ്ടി വരികയാണല്ലോ ഉംറ നിർവഹിക്കാതെ. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ബലി നടത്തി
ശിരസ് മുണ്ഡനം ചെയ്ത് ഇഹ്റാമിൽ നിന്ന് വിരമിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ നിർദ്ദേശം. ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് അത് നിർവഹിക്കാൻ കഴിയാതെ തടസ്സം നേരിടുകയും അവര് ഉംറ യാത്ര ഉപേക്ഷിച്ച് മടങ്ങുകയുമാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ ഘട്ടത്തിൽ നിർദ്ദേശിച്ചത്. അത് പിന്നീട് ഇസ്ലാമിന്റെ ഉംറ സംബന്ധമായ നിയമമായി അംഗീകരിക്കപ്പെട്ട് സ്ഥാപിതമാവുകയാണ്. അപ്പൊ ഒന്ന്, അവരവിടുന്ന് തന്നെ ബലി നടത്തണം. ബലിമൃഗങ്ങളുമായിട്ടാണല്ലോ അവർ വന്നിട്ടുള്ളത്. അപ്പോ ബലി നടത്തുക, അതുപോലെ ശിരസ് മുണ്ഡനം ചെയ്യുക, അതുപോലെ മൂന്നാമത്തെ ഒരു സംഗതി അവർ ഇഹ്റാമിൽ നിന്ന് പിൻവാങ്ങുക, ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക. ഈ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി 2-3 തവണ ആവർത്തിച്ച് അവരോട്, അനുയായികളോട് പറഞ്ഞിട്ടും അവരാരും ഒരു ചലനവും നടത്തുന്നില്ല അത് ചെയ്യാൻ വേണ്ടി. അതുവരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവം അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിശ്വാസികളോട് പറഞ്ഞാൽ അവരുടനെ അത് നടപ്പിലാക്കാൻ വേണ്ടി ആവേശത്തിൽ രംഗത്ത് വരുമായിരുന്നു. പക്ഷെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ വേണ്ട ഈ നടപടികൾ സ്വീകരിക്കാൻ അവരോട് ഇപ്പൊ പറഞ്ഞപ്പോ അവരാരും അനങ്ങുന്നില്ല. അവര് നിശ്ചലരായിട്ട് നിൽക്കുകയാണ്. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അവരോട് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ ആരും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സന്നദ്ധരാവാതെ അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ആരും അനങ്ങുന്നേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ പ്രവാചകത്വം സിദ്ധിച്ചതിനെ തുടർന്നുള്ള ജീവിതകാലത്ത് ആദ്യമായിട്ടാണ്. അതൊരു വലിയ ആഘാതമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടത്. ഈ മനസ്സിനേറ്റ ആഘാതം അദ്ദേഹം തന്റെ കൂടെ ഉണ്ടായിരുന്ന, ആ ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമായി പങ്കുവെക്കുകയാണ്. അപ്പൊ ഉമ്മു സലമ വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, താങ്കള് നിശബ്ദനായി സ്വന്തം ബലിമൃഗത്തെ അറുക്കുക, ഒട്ടകത്തെ ബലി അറുക്കുക, എന്നിട്ട് ക്ഷുരകനെ വിളിച്ച് മുടി വടിപ്പിക്കുകയും അതുപോലെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അതില് അതേപോലെ ചെയ്തു കൊള്ളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്തും ധൈര്യവും ഒക്കെ പകർന്നുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോ ആ കാര്യത്തില് ഈ കരാറ് വ്യവസ്ഥകളിലൂടെ നിലവിൽ വന്ന ആ തീരുമാനങ്ങളിൽ യാതൊരു മാറ്റവുമില്ല എന്ന കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടുകയും അവരതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊള്ളും എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനെ തുടർന്ന് അവര് ഒക്കെയും തന്നെ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് സന്നദ്ധരാവുകയാണ് ചെയ്തത്. അപ്പോ അത് വലിയ പരാജയമാണ് എന്ന് കരുതിക്കൊണ്ടാണ് അവരുണ്ടായിരുന്നത്. വിശ്വാസികളൊക്കെയും ആ ഒരു സന്ധിയിൽ ഏർപ്പെട്ടത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ്, അവർക്ക് വലിയ ക്ഷീണമായി പോയി എന്നൊക്കെയുള്ള ഒരു നിലപാടാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ ബലിയെറുക്കുകയും മുടിയെടുക്കുകയും അതുപോലെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരെല്ലാവരും വലിയ മനപ്രയാസമുള്ള അവസ്ഥയിൽ തന്നെയാണ് മദീനയിലേക്ക് മടക്കയാത്ര തുടങ്ങുന്നത്. അങ്ങനെ മദീനയിലേക്കുള്ള യാത്രക്കിടയിൽ ദജ്നാൻ എന്ന സ്ഥലത്ത്, ആ സ്ഥലത്തിന് വേറൊരു പേര് കൂടിയുണ്ട്, അത് ഖുറാഉൽ ഗമീം എന്ന മറ്റൊരു പേരിൽ കൂടി അത് അറിയപ്പെടുന്നുണ്ട്. ആ സ്ഥലത്ത് ദജ്നാൻ എന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഈ സംഭവം, ഈ സന്ധിയിൽ ഏർപ്പെട്ട ഈ കാര്യം അതൊരു ഗംഭീര വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദൈവിക വചനങ്ങൾ ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ അവതരിക്കുന്നത്. അപ്പോ അതൊരു ഗംഭീര വിജയമായിട്ടാണ് ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന വെളിപ്പെടുത്തൽ അടങ്ങിയിട്ടുള്ള ദൈവിക വെളിപാട്
ആ യാത്രക്കിടയിൽ ദജ്നാൻ എന്ന പ്രദേശത്ത് എത്തിയ ഘട്ടത്തിലാണ്. അപ്പോ ഈ ആയത്തുകൾ അവതരിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും തന്റെ ചുറ്റുപാടുമായി വിളിച്ചു വരുത്തിയിട്ട് അവരെ ഈ ആയത്ത് കേൾപ്പിച്ചു. ആ ആയത്ത് കേൾപ്പിക്കുന്നതിന്റെ മുമ്പായിട്ട് അദ്ദേഹം അവരോട് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ഇന്ന് എനിക്ക് ഈ ലോകത്തെയും അതിലുള്ള സകലതിനേക്കാളും വിലപ്പെട്ടതായ ഒരു സംഗതി ലഭിച്ചിട്ടുണ്ട്, ഒരു കാര്യം അവതീർണമായിട്ടുണ്ട്. ലോകത്തെ എല്ലാ വിലപിടിപ്പുള്ളതിനേക്കാളും മൂല്യവത്തായ ഒന്നാണ് എനിക്ക് ഇന്ന് അവതരിച്ചു കിട്ടുകയുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുൽ ഫത്ഹിലെ ആയത്തുകൾ അവരെല്ലാവരെയും കേൾപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം അടുത്ത് ചേർത്ത് നിർത്തി, വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തിന് ഈ ആയത്തുകൾ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഖുർആനിലൂടെ ഉണ്ടായതോടുകൂടി ദിവ്യ വെളിപാടുകളുടെ ഭാഗമായി ഈ ആയത്തുകൾ കൂടി അവതരിപ്പിക്കപ്പെട്ടതായിട്ട് അറിയാൻ ഇടയായപ്പോൾ സത്യവിശ്വാസികളൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലായി മാറുകയാണ് ചെയ്യുന്നത്. അവരൊക്കെ അതിൽ അള്ളാഹുവിന്റെ വലിയ ഹിക്മത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവര് വളരെയേറെ സന്തുഷ്ടരാകുകയും ചെയ്തു എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. അപ്പൊ ഇത് സന്ധി സംഭാഷണം നടത്തിയതും സന്ധിയിൽ എത്തിച്ചേർന്നതും അതിന്റെ ഉപാധികളൊന്നും തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിലക്കുള്ള പരാജയം ആണ് എന്ന് കരുതാൻ യാതൊരു സാധ്യതയും ഇനി അവശേഷിക്കുന്നില്ല എന്ന വിധത്തിലാണ് അവർക്ക് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അനുഭവപ്പെട്ടത്. അപ്പൊ ഈ സന്ധിയുടെ ചില ഗുണങ്ങള് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് ബോധ്യപ്പെടുകയുണ്ടായ ചില പ്രത്യക്ഷ ഗുണങ്ങൾ തന്നെയുണ്ട്. ആ ഗുണങ്ങള് നമുക്ക് വേണമെങ്കിൽ ചിലത് എണ്ണിക്കണക്കാക്കിയെന്ന് പറയാവുന്നതാണ്. ഒന്നാമത്തത്, ഇസ്ലാമിക രാഷ്ട്രം മദീനയിൽ രൂപപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക രാഷ്ട്രം നിയമപരമായി അംഗീകരിക്കപ്പെട്ടു എന്നതാണ് ഈ കരാറ് മുഖേന ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. അതുവരെ ഇത് നിയമലംഘകരായ ഒരു സംഘം അക്രമകാരികൾ എന്നൊക്കെയുള്ള നിലക്കാണ് മക്കയിലെ പ്രമാണിമാര് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ നോക്കി കണ്ടിരുന്നത്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന, അരാജകത്വം ഉണ്ടാക്കുന്ന ആളുകൾ അക്രമികളുടെ സംഘം എന്നൊക്കെയുള്ള നിലക്കാണല്ലോ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ നിയമപരമായി ഈ കരാറിൽ ഏർപ്പെടുകയുണ്ടായതോടുകൂടി അവര് നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു ഗുണമുണ്ടായി എന്നത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അവര് ഇതുവരെ കലാപകാരികളും കുഴപ്പകാരികളും ഒക്കെ ആയിട്ടാണ് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. ഇപ്പോ നിയമപരമായി തന്നെ ഒരു രാഷ്ട്രീയ ഉടമ്പടിയിൽ എത്തിച്ചേരാനുള്ള യോഗ്യതയുള്ള ഒരു രാഷ്ട്രമായിട്ട്, ഒരു സമൂഹമായിട്ട് അവര് അംഗീകരിക്കപ്പെട്ടു എന്നതാണ് ഒരു ഫലം. മറ്റൊന്ന്, കഅബ പ്രദേശത്തേക്ക് കടക്കാൻ അവർക്ക് നിയമപരമായി അനുവാദം കിട്ടി. നേരത്തെ ഉള്ളത് അവര് സ്വന്തം തീരുമാനത്തില് ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോ നിലനിൽക്കുന്ന അവർക്കെതിരെയുള്ള ഉപരോധങ്ങളൊക്കെ അവിടെ ഉണ്ട് താൻ. എന്നാൽ ഈ സന്ധിയോടുകൂടി അവർക്ക് നിയമപരമായി തന്നെ മസ്ജിദുൽ ഇഹ്റാമിന്റെ പരിസരത്തേക്ക്, ഹറം പ്രദേശത്തേക്ക് ചെല്ലാനുള്ള അനുവാദമാണ് വന്നിരിക്കുന്നത്. അപ്പോ അതിന്റെ അർത്ഥം അവർക്ക് ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ അനുവാദം ലഭിച്ചു എന്ന് പറഞ്ഞാൽ മക്കയിലെ ആ പാരമ്പര്യ സമൂഹം അവരെ കഅബ സന്ദർശിക്കാൻ യോഗ്യതയുള്ള, അർഹതയുള്ള ഒരു മതസമൂഹമായിട്ട് അംഗീകരിച്ചു എന്നതാണ്. അവരെ തങ്ങളുടെ പാരമ്പര്യ മതം ഉപേക്ഷിച്ചവരായിട്ടാണ് ഇതുവരെ കണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ അവർക്ക് ഉംറയ്ക്ക് അനുമതി നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ ഒരു മതസമൂഹമായി, മതത്തിൽ നിന്ന് വിട്ടുപോയ ആളുകളായിട്ടല്ല, മറിച്ച് ഒരു മതസമൂഹമായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ടു എന്നതാണ് അതിന്റെ ഒരു ഫലം. മറ്റൊന്ന്, 10 വർഷത്തേക്ക് ഇനി മക്കക്കാരും ഈ മദീനയിലെ മുസ്ലിം സമൂഹവും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയില്ല എന്ന തീരുമാനമുണ്ടല്ലോ ഈ സന്ധിയുടെ ഭാഗമായിട്ട്. അത് വലിയൊരു സുരക്ഷിതത്വമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്.
പിന്നിട്ട 19 വർഷക്കാലത്തെ പ്രയത്നം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉംറ യാത്രയിൽ കൂടെ വരാൻ 1400 ആളുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ കരാറിനെ തുടർന്നുള്ള 2 വർഷത്തിന് ഇടക്ക് അവരുടെ എണ്ണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ്. അങ്ങനെ 2 വർഷം പിന്നിട്ട് ഈ കരാറ് വ്യവസ്ഥകളൊക്കെ ഖുറൈശികൾ ലംഘിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഒരു മുന്നേറ്റം നടത്തുന്നുണ്ടല്ലോ, മക്ക വിജയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10,000-ലേറെ ആളുകൾ വന്നു ചേർന്നിരുന്നു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഈ 2 വർഷത്തിനുള്ളിലാണ് ഈ 8,000-ഓളം ആളുകള്, 8,000-ലേറെ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇങ്ങനെ മക്കയിലേക്ക് പുറപ്പെടാൻ പറ്റുന്ന വിധത്തില് അവരുടെ സംഘത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. അപ്പോ ഈ 2 വർഷക്കാലം പിന്നിട്ട 19 വർഷങ്ങളെക്കാൾ കൂടുതൽ ആളുകള്, അതിന്റെ എത്രയോ ഇരട്ടി കൂടുതലായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ ഈ 10 വർഷത്തെ യുദ്ധവിരാമം എന്ന ആ നടപടി സാഹചര്യം ഒരുക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഖുറൈശികളും മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ആ സമൂഹവും തമ്മിൽ ഈ കരാറിൽ ഏർപ്പെട്ടു. അവർക്കിടയിൽ ഇനി 10 വർഷത്തേക്ക് യുദ്ധമൊന്നും ഉണ്ടാവുകയില്ല എന്ന ഒരു തീരുമാനം ഉണ്ടായതോടെ മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാധീനത്തിൽ വന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിക നിയമവും അതുപോലെ ഇസ്ലാമിക സംസ്കാരവും ഒക്കെ നടപ്പിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതോടെ അവസരം ലഭിക്കുകയാണ്. കാരണം 10 വർഷത്തേക്ക് പരസ്പരം പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ തടസ്സമായി നിൽക്കുകയോ പരസ്പരം ദ്രോഹകരമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാതെ നിലകൊള്ളണം എന്നതാണല്ലോ വ്യവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിലും പരിസരത്തും അതുപോലെ മദീനയുടെ പരിസരത്തും ഒക്കെയുള്ള ഗോത്രങ്ങളിലേക്ക് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും അവരൊക്കെയും തന്നെ ഇസ്ലാമിലേക്ക് വന്നു ചേരുകയും അവിടങ്ങളിലൊക്കെ ഇസ്ലാമിക നിയമവ്യവസ്ഥയൊക്കെ നടപ്പിലാക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യുകയാണ്. അതോടുകൂടി മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെ അവരുടെ മതപരമായ സാധ്യതകളുടെ കാര്യത്തിൽ വല്ലാത്ത നിരാശയിൽ അകപ്പെടുന്നു എന്നത് വിശുദ്ധ ഖുർആൻ പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ ഇനി നിങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല എന്ന വിധത്തിലുള്ള വലിയൊരു നിരാശ അവരെ പിടികൂടിയതായിട്ട് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തില് അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. അൽ-യൗമ യഇസല്ലദീന കഫറു എന്ന് പറഞ്ഞുകൊണ്ട് മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിനെ ഇനി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വിധത്തിലുള്ള നിരാശ കുഫാറുകളെ പിടികൂടിയ ഒരു കാര്യം ആ ഭാഗത്ത് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തില് അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. അതിനൊരു പശ്ചാത്തലം ഒരുങ്ങിയത് ഈ കരാറ് വ്യവസ്ഥയുടെ ഫലമായിട്ടുണ്ടായ സമാധാന അന്തരീക്ഷത്തില് ആ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ഗോത്രങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സന്നദ്ധരായത് കാരണമായിട്ടാണ്. ഇനി ഇതിന്റെ ഫലമായിട്ടുള്ള മറ്റൊരു കാര്യം, ഖുറൈശികളുമായിട്ടാണല്ലോ ഈ ഒത്തുതീർപ്പ് കരാറിൽ എത്തിയിട്ടുള്ളത്. അതോടുകൂടി മദീനയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെക്കുഭാഗം യാതൊരു ആക്രമണ ഭീഷണിയും ഇല്ലാത്ത വിധത്തിലുള്ള സുരക്ഷിതത്വം കൈവരിച്ചിരിക്കുകയാണ്. തെക്ക് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി അവർക്ക് ഇനി ആവശ്യമില്ല. അതുപോലെ ഉത്തര അറേബ്യ, മധ്യ അറേബ്യ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഇതിലൂടെ വഴിയൊരുങ്ങുകയാണ്. 3 മാസത്തിനുള്ളിൽ ആണ് യഹൂദ കേന്ദ്രങ്ങളായ അവരുടെ കോട്ടകളായിരുന്ന ഖൈബർ പ്രദേശം മോചിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ജൂത കേന്ദ്രങ്ങളായ ഫദക്ക്, വാദിൽ ഖുറ, തൈമ, തബൂക്കിലെ ഉള്ള ജൂത കേന്ദ്രങ്ങളൊക്കെ തന്നെ മുസ്ലിം അധീനതയിൽ വരികയാണ്. ഈ പ്രദേശങ്ങളൊക്കെയും തന്നെ. അപ്പോ വളരെ അത്ഭുതകരമായ പല മാറ്റങ്ങളുമാണ് ഈ സന്ധി നിലവിൽ വന്നതോടുകൂടി ഉണ്ടാവുന്നതും ഇസ്ലാമിക സമൂഹത്തിന് വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടുകയൊക്കെ ചെയ്യുന്നത്. 2 വർഷത്തിനുള്ളിൽ
അറേബ്യയിൽ എവിടെയും ഇസ്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൂടാത്ത ഒരു ശക്തിയായിട്ട് ഉയർന്നു വന്നു. ഇതാണ് മുസ്ലിങ്ങൾ പരാജയമായിട്ട് കരുതിയ ആ ഹുദൈബിയ സന്ധി സൃഷ്ടിച്ച ഫലം. ഖുറൈശികൾ അവരുടെ വലിയ വിജയമായിട്ടാണ് അത് ആഘോഷിക്കുകയുണ്ടായതെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ എന്നേക്കുമായിട്ടുള്ള പരാജയത്തിന്റെ തുടക്കമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രഖ്യാപനമായിരുന്നു എന്നും കാണാൻ കഴിയും. മറ്റൊരു സംഗതി, മക്കയിൽ നിന്ന് ഒളിച്ചോടി വരുന്ന ആളുകളെ തിരിച്ചയക്കണം എന്നത് സന്ധിയുടെ ഒരു ഉപാധിയായിരുന്നല്ലോ. അത് ഖുറൈശികൾക്ക് വൈകാതെ തന്നെ വലിയ തിരിച്ചടിയായി. അങ്ങനെ ഖുറൈശി പക്ഷത്തു നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന ആളുകളെ തിരിച്ചയക്കണം എന്ന വ്യവസ്ഥ ഉള്ളത് കൊണ്ട് ഈ സന്ധി നിലവിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പലരും ഇങ്ങനെ വന്നു തുടങ്ങി. അതിൽപ്പെട്ട ആദ്യം വന്ന ഒരാളാണ് അബൂ ബസീർ എന്ന പേരുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഖുറൈശികളുടെ തടവിന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ട് മദീനയിൽ എത്തിയതാണ്. പക്ഷെ തിരിച്ചയക്കണമെന്ന് അവരാവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചു, അവരെ തിരികെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം പോകുന്ന വഴിക്ക് ഖുറൈശികളുടെ പിടുത്തത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയും അദ്ദേഹം ചെങ്കടൽ തീരത്തിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് പോയി താവളം ഉറപ്പിക്കുകയും ചെയ്തു. അത് ഖുറൈശികളുടെ ട്രേഡ് റൂട്ടാണ്. അവരുടെ കച്ചവട യാത്രകൾ നടത്തുന്ന ഒരു വഴിയിൽ ഒരിടത്താണ് അദ്ദേഹം താമസാക്കിയത്, ഇവരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്. പിന്നീട് മദീനയിലേക്ക് അങ്ങനെ മക്കയിൽ നിന്ന് ചാടി പുറപ്പെട്ടു വന്ന ആളുകളെ തിരിച്ചയക്കുന്നതിന്റെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഇവരൊക്കെയും തന്നെ ഈ ചെങ്കടലിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് പോയി താവളം മേടിക്കാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്ന് ഏകദേശം 70 പേരോളം ഉള്ള ഒരു സംഘമായി അവർ മാറുകയാണ്. അങ്ങനെ ഖുറൈശി കച്ചവടക്കാര്, വർത്തക സംഘങ്ങൾ അതുവഴി പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കാൻ തുടങ്ങി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയില് സംരക്ഷണം കൊടുക്കാതെ മക്കയിലേക്ക് തന്നെ തിരിച്ചയച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വേട്ടയാടപ്പെട്ട ആളുകളാണ്. അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട പോലെയുള്ള അവസ്ഥയിൽ കഴിഞ്ഞിരുന്നവരാണല്ലോ. അവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലെ കരാറ് പ്രകാരം നിർത്താൻ സാധിക്കാതെ തിരിച്ചയച്ചതാണ്. അവര് ചെങ്കടലിനോട് ചേർന്ന ഒരിടത്ത് താവളം ഉറപ്പിച്ച് ഖുറൈശി വർത്തക സംഘങ്ങളെ പതിയിരുന്ന് ആക്രമിക്കാനും കൊള്ളയടിക്കാനും ഒക്കെ തുടങ്ങി. അതോടുകൂടി ഖുറൈശികൾക്ക് വലിയ ശല്യമായിട്ട് അത് അനുഭവപ്പെട്ടു. അവര് ഒടുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അപേക്ഷിക്കുന്നത്, ആ വ്യവസ്ഥ നിങ്ങൾ പാലിക്കേണ്ട, ഈ തിരിച്ചയച്ച ആളുകളെ നിങ്ങൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നത്. അങ്ങനെയാണ് ഖുറൈശികള് ആ പ്രതിസന്ധി മറികടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവര് തന്നെ സ്വമേധയാ വന്ന് ഈ ആളുകളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ വിധമാണ് ആ നിബന്ധന, വളരെ കടുത്ത നിബന്ധനയായിട്ട് മുസ്ലിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്ന ആ നിബന്ധന ദുർബലപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഈ സന്ധി, ഹുദൈബിയ സന്ധി, അതിന്റെ വ്യവസ്ഥകളൊക്കെയും തന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗുണകരമായ ഒരു സംഗതിയായിട്ട് പരിലസിക്കുകയാണ്. ഈ വിഷയമാണ് ഈ സൂറത്തില് ഇതിന്റെ ആദ്യ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിന്റെ പഠനം, ആയത്തുകളുടെ പഠനം നമുക്ക് നാളെ ആരംഭിക്കാം. അല്ലാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.